മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ 2 സ്പെസിഫിക് ടേംസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ആ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം. 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. The 2 terms in specific positions of some arithmetic sequences are given below. Write first 5 terms. അതായത് ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ കാണണം. അപ്പം നമുക്ക് 2 പൊസിഷൻ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യത്തെ കേസ് തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. അതായത് മൂന്നാമത്തെ പദം 34ഉം ആറാമത്തെ പദം 67ആണ്. നമുക്ക് ആ അരിത്തമാറ്റിക് സീക്വൻസ് കാണണം, സമാന്തര ശ്രേണി കാണണം. നമുക്കറിയാം മൂന്നാമത്തെ പദം A3 ആണ്. അത് നമുക്കറിയാം A+3 - 1 × D. അപ്പോൾ A+2D നമുക്ക് 34 തന്നിട്ടുണ്ട്. ആറാമത്തെ ടേം നമുക്ക് 67 തന്നിട്ടുണ്ട്. അപ്പോൾ ആറാമത്തെ ടേം A6 എന്ന് പറഞ്ഞാൽ നമുക്ക് A+6 - 1 × D ആണ്. അപ്പോൾ A+5D ആണ്. അത് 67 തന്നിട്ടുണ്ട്. നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ആ 2 ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങോട്ട് കണ്ടാൽ നമുക്ക് D കിട്ടും. ഇതാ ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഇനി നമ്മൾ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് A ക്യാൻസലായി പോകും, A-A. 5D - 2D നമുക്ക് 3D കിട്ടും. റൈറ്റ് സൈഡിൽ 67 - 34 നമുക്ക് 33 കിട്ടും. അപ്പം നമുക്ക് 3D 33 കിട്ടും. D = 33/3 11 കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. നമുക്കറിയാം തേർഡ് ടൈം അവർ തന്നിട്ടുണ്ട്. തേർഡ് ടൈം 34 തന്നിട്ടുണ്ട്. ആറാമത്തെ ടൈം 67 നമുക്ക് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ 34 - 11 എടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും 23. 23 - 11 എടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും. അതുപോലെ ഫോർത്ത് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? തേർഡ് ടൈം അവർ 34 തന്നിട്ടുണ്ട്. അതിനോടുകൂടി നമ്മൾ D കൂട്ടിയാൽ മതി. അപ്പം 34 + 11 45 കിട്ടി. 45 + 11 56 കിട്ടി. അപ്പം നമുക്ക് അരിത്തമറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി 12, 23, 34, 45, 56, 67. ഇനി ഇതുപോലെ നമുക്ക് നോക്കിയേ, തേർഡ് ടൈം 43. അപ്പം നമ്മൾ എന്ത് പറയും? A+2D എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? തേർഡ് ടൈം ആയതുകൊണ്ട് A+3 - 1 × D. സിക്സ്ത് ടൈം 76. അല്ലെങ്കിൽ നമ്മൾ പറയും മൂന്നാം പദം എന്ന് പറയുന്നത് 43 ആണ്. ആറാം പദം 76 ആണ്. അപ്പം നമുക്ക് മൂന്നാം പദം 43. അപ്പം A+3 - 1 × D 43, അല്ലെങ്കിൽ A+2D 43. അതുപോലെ ആറാം പദം 76, അല്ലെങ്കിൽ സിക്സ്ത് ടൈം 76 ആണ്. അപ്പം നമുക്ക് A+6 - 1 × D = 76. ഈസി ആയിട്ട് നമുക്ക് മുമ്പിലത്തെ പോലെ തന്നെ കാണാം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പം 5D - 2D എന്നുള്ളത് 3D കിട്ടും. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ 76 - 43 എടുക്കണം. എന്നിട്ട് നമ്മൾ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ കണ്ടപോലെ തന്നെ D കണ്ടുപിടിക്കണം. D കണ്ടുപിടിച്ചിട്ട് സാറാ പറഞ്ഞ രീതിയിൽ തന്നെ മക്കൾ ട്രൈ ചെയ്ത് നോക്കണം. അത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് സാറിന് കമൻറ്റ് ചെയ്യണം, ഉത്തരം കമൻറ്റ് ചെയ്യണം. മൂന്നാമത്തെ നോക്കിയേ, തേർഡ് ടൈം 2 ആണ്. ഫിഫ്ത്ത് ടൈം 3 ആണ്. നോട്ട് ചെയ്യണം. അതായത് മൂന്നാം പദം എന്ന് പറയുന്നത് 2 ആണ്. അഞ്ചാം പദം 3 ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? മൂന്നാം പദം 2 ആണ്. മൂന്നാം പദം 2 എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാം പദം എന്ന് പറയുന്നത് A3, അഞ്ചാം പദം A5.
അപ്പം A3 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ആലോചിക്കണ്ട. A+2D = 2. എന്തുകൊണ്ടാണ്? A+n-1 × D, അതായത് A+2D. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ A+5-1 × D, അല്ലെങ്കിൽ A+4D. അത് 3 അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഡിഫറൻസ് എടുത്തു കഴിയുമ്പം 4D - 2D നമുക്ക് 2D എന്ന് കിട്ടും. ഇവിടെ 3 - 2 1 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് D 1/2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് മൂന്നാം പദം 2 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എഴുതി മൂന്നാം പദം 2. അഞ്ചാം പദം 3 ആണ്, ഫിഫ്ത്ത് ടൈം. അപ്പം മൂന്നാം പദം 2, തേർഡ് ടൈം 2, ഫിഫ്ത്ത് ടൈം 3. ബാക്കിയുള്ള പദങ്ങൾ കാണണം. കോമൺ ഡിഫറൻസ് 1/2 ഉണ്ട്, അല്ലെങ്കിൽ പൊതുവ്യത്യാസം 1/2 ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാം പദം അല്ല സെക്കൻഡ് ടൈം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? മൂന്നാം പദത്തിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പം 2 - ½ 1½ 1.5. അപ്പം നമുക്ക് രണ്ടാം പദം 1.5 എന്ന് കിട്ടി. ഇനി ഒന്നാം പദം ഫസ്റ്റ് ടൈമോ? ഈ 1.5-ൽ നിന്ന് വീണ്ടും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. 1.5-ൽ നിന്ന് ½ മൈനസ് ചെയ്താൽ 1. അപ്പം നമുക്ക് ഒന്നാം പദം 1 എന്ന് കിട്ടി. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് ടൈം 1½ തേർഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഫോർത്ത് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? തേർഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ്. അപ്പം നമുക്ക് തേർഡ് ടൈം 2 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് ½ ആണ്. അപ്പം 2.5 എന്ന് കിട്ടും. നമുക്ക് ഫോർത്ത് ടൈം അല്ലെങ്കിൽ നാലാം പദം 2.5 എന്ന് കിട്ടും. അഞ്ചാം പദം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മക്കൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ഇവിടെ ഫിഫ്ത്ത് ടൈം 8, നയൻത്ത് ടൈം 10, അല്ലെങ്കിൽ അഞ്ചാം പദം 8 ആണ്, ഒൻപതാം പദം 10 ആണ്. അത് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് സാറിന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ടൈം 7, സെവൻത്ത് ടൈം 5, അഞ്ചാം പദം 7 ആണ്, ഏഴാം പദം 5 ആണ്. ഈ 2 ക്വസ്റ്റ്യനും കൂടി മക്കൾ ഹോംവർക്കായിട്ട് ട്രൈ ചെയ്യണം. സാർ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം മക്കൾ തനിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം സാറിൻ്റെ ക്ലാസ് കാണുമ്പം മക്കൾ ഓക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു, പഠിച്ചു, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പഠിച്ച് കാണും, മനസ്സിലാക്കി കാണും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ തനിച്ച് മാത്തമാറ്റിക്സിലൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തനിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ എഴുതുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. സാറിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ നിങ്ങൾ കണ്ടു കാണും. 8ാം ക്ലാസ്സിൽ കിട്ടിയ 20% മാർക്ക് സാറിൻ്റെ മാർക്ക് ലിസ്റ്റ് വേണേൽ കാണിക്കാം. സാറിൻ്റെ വാട്സപ്പിൽ അയച്ചാൽ മതി, ഹൈ അയച്ചാൽ മതി. പക്ഷേ BSc പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്ന് പഠിച്ച് റാങ്ക് മേടിച്ച്, അത് സാറിന് പ്രത്യേക പഠന രീതി സാറിൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ സാറിന് പറഞ്ഞു തന്നു, ഒരു പ്രത്യേക രീതി. അപ്പോൾ ആ രീതിയിൽ സാറിൻ്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞതാണ് നമ്മൾ തനിച്ച് ചെയ്യാതെ ഒരിക്കലും മാസ്റ്റർ മാർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഹോംവർക്കുകൾ ചെയ്യുമ്പം അത് സാർ പറയുന്ന പോലെ സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഹോംവർക്ക് തനിച്ച് ചെയ്യുക. സാറിന് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം സാറിന് കമൻ്റായിട്ട് ചെയ്യുക. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യണം.